ഇപ്പോൾ CPIM നിന്ന് പുറത്തു പോയിട്ടുള്ള TK ഗോവിന്ദൻ അദ്ദേഹം UDF നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയായത്. എന്താ അദ്ദേഹം ചെയ്തത്? തന്നെ സ്ഥാനാർത്ഥിയാക്കിയ CPMൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി വലിയ പരിശ്രമം അദ്ദേഹം നടത്തി. അതാവാത്തപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. തന്നെ സ്ഥാനാർത്ഥിയാക്കിയ തളിപ്പറമ്പ് മണ്ഡലം പിടിച്ച് കയ്യിൽ തരാം, അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമാകെ തൻ്റെ കൂടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം രംഗത്ത് വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും പോകുന്ന നിങ്ങൾ കണ്ടോ? കണ്ടു. ചോറ് കൊടുക്കുന്ന ഭാര്യ കൂടെ പോയി. ഇതെന്റെ പ്രയോഗമല്ല കേട്ടോ, ഞാനങ്ങനെ പറയില്ല, ഞാനങ്ങനെ ഒരു ഭാഷ പ്രയോഗിക്കില്ല. പക്ഷെ ഓറാണല്ലപ്പ എനിക്ക് ചോറ് തരുന്നത് എന്ന് പറഞ്ഞത് ആ ഭാര്യയാണ്. അപ്പൊ ചോറ് കൊടുക്കുന്ന ഭാര്യ പുറത്തു പോയി, കൂടെ പോയി എന്നല്ലാതെ മറ്റാരെങ്കിലും ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന വർഗവഞ്ചകന്റെ കൂടെ, TK ഗോവിന്ദൻ എന്ന് പറയുന്ന ചതിയന്റെ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടോ? ആരും പോയിട്ടില്ല. അപ്പൊ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി ഇത് പറഞ്ഞ് കബളിപ്പിച്ചതാണെന്ന് മനസ്സിലായി. അതിന്റെ ഫലമായി സംഭവിച്ചെന്താ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയിട്ട് കോൺഗ്രസിനെ ഭാഗമായിട്ട് മാറി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കല്ലേ ചെയ്തത്. കോൺഗ്രസിന്റെ KPCC മെമ്പർ അദ്ദേഹമാണ് ഇപ്പോൾ റബലായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം. റബലായിട്ട് അവിടെ മത്സരിക്കല്ലേ. അപ്പോ കോൺഗ്രസിനെ തന്നെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് തനിക്ക് CPMമായി എല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് UDFനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി വീണ്ടും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് അവിടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കുന്നു, ഇവിടെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ പരാതികൾ, ആ പരാതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു നുണ സൃഷ്ടിച്ചെടുക്കാം, പാർട്ടിക്കെതിരായി ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാം എന്ന് ധരിച്ചുകൊണ്ട് കുതന്ത്രം നടത്തി ഇടപെടുകയാണ് UDFന്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ, അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ പരാതി കൊടുക്കുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നു. അങ്ങനെ പരാതി കൊടുത്തുകൊണ്ട് ഒരു പൊതുബോധം പാർട്ടിക്കെതിരായി സൃഷ്ടിച്ചു കൊണ്ടുവരാം എന്നാണ് അദ്ദേഹം കരുതുന്നത്. UDFന്റെ നേതൃത്വത്തെയും പലതും പറഞ്ഞ് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് പാർട്ടിക്കകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പുറത്ത് നുണ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് പാർട്ടിക്കെതിരായിട്ട് ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് TK ഗോവിന്ദൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ പാർട്ടിക്കെതിരായി വല്ലാതെ നുണ പറഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കേണ്ട ഒരു പണി TK ഗോവിന്ദൻ എടുക്കണ്ട. അങ്ങനെ പ്രകോപനം സൃഷ്ടിച്ചാൽ അതിന്റെ മുന്നിൽ ചൂളിപ്പോകുന്ന പാർട്ടിയല്ല തളിപ്പറമ്പിലെ പാർട്ടി എന്ന് മനസ്സിലാക്കുക. ഒന്നിന്റെ മുന്നിൽ ചൂളിപ്പോയിട്ടുള്ള അനുഭവം, ചരിത്രം, പൈതൃകം തളിപ്പറമ്പിലെ പാർട്ടിയുടെ മുന്നിലില്ല. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണല്ലോ പാടിക്കുന്ന്. പാടിക്കുന്ന് സഖാക്കളോട് അവരെ കള്ള ജാമ്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിറതോക്കിന്റെ മുന്നിൽ ഗൺ പോയിന്റിലാണ് ആവശ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുർദാബാദ്, കോൺഗ്രസിന് സിന്ദാബാദ് വിളിക്കാനും പറഞ്ഞു. പാടിക്കുന്ന രക്തസാക്ഷികള് അത്യുച്ചത്തില് ഗൺ പോയിന്റിന്റെ മുന്നിൽ വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നായിരുന്നു. അവരെയാണ് വെടിവെച്ച് കൊന്നത്. കീഴടങ്ങിയവരല്ല തളിപ്പറമ്പ് മണ്ഡലത്തിലെ രക്തസാക്ഷികൾ.